ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഭരണശക്തികളിൽ ഒന്നായ ചേര രാജവംശം നൂറ്റാണ്ടുകളോളം കേരളം ഭരിച്ചു. വ്യാപാരം, യുദ്ധം, സാംസ്കാരിക കൈമാറ്റം എന്നിവ വളർത്തിയെടുത്തു. ചേര ഭരണത്തിൽ ചേകവർ യോദ്ധാക്കൾ, വ്യാപാരികൾ, ആയുർവേദ വൈദ്യന്മാർ എന്നീ നിലകളിൽ നിർണായകമായ പങ്കുവഹിച്ചു. അവർ തന്നെ ആയിരുന്നു വില്ലവർ എന്ന ചേര സാമ്രാജ്യം സ്ഥാപിച്ചവർ. ചേകോന്മാർ കേരളത്തിലെ പുരാതന ആയോധനകലയായ കളരിപ്പയറ്റിൽ വൈദഗ്ധ്യം നേടിയതിന് പേരുകേട്ടവരായിരുന്നുവെന്ന് ചരിത്രരേഖകളും വാമൊഴി പാരമ്പര്യങ്ങളും സൂചിപ്പിക്കുന്നു. സൈനികരെയും ദ്വന്ദ്വയുദ്ധ പോരാളികളായും സേവനമനുഷ്ഠിച്ച അവർ യുദ്ധങ്ങളിൽ ചേര ഭരണാധികാരികളെയും അവരുടെ രാജ്യത്തെയും സംരക്ഷിച്ചു. സാമ്രാജ്യത്തിന്റെ സ്ഥിരത ഉറപ്പാക്കി. ചേകവർ കുലവ്യാപാരികളും കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിന് സംഭാവന നൽകി. ശ്രീലങ്ക, അറേബ്യ, ചൈന തുടങ്ങിയ വിദൂര ദേശങ്ങളിലേക്ക് തേങ്ങ, കയർ, ഔഷധസസ്യങ്ങൾ എന്നിവ കയറ്റുമതി ചെയ്തു. ഇത് അവരെ ചേര സമ്പദ്വ്യവസ്ഥയുടെ നിർണായക ഭാഗമാക്കി. എന്നിരുന്നാലും 12ാം നൂറ്റാണ്ടോടെ ചേര രാജവംശത്തിന്റെ തകർച്ചയോടെ കേരളത്തിന്റെ അധികാരഘടന മാറി. ബ്രാഹ്മണനായർ ആധിപത്യത്തിന്റെ ഉയർച്ച ഒരു കാലത്ത് സ്വാധീനമുള്ള ചേകവർ വംശത്തെ ഈഴവർ, തീയർ, ചോൻ, ചോകോൻ, ബില്ലവർ അരികുവൽക്കരിച്ചു. അവരെ അവരുടെ യോദ്ധാവ് പദവിയിൽ നിന്ന് എടുത്തുകളയുകയും കാർഷിക, തൊഴിൽ മേഖലകളിലേക്ക് തള്ളിവിടുകയും ചെയ്തു. ഇതൊക്കെയാണെങ്കിലും കളരിപ്പയറ്റ് കേന്ദ്രങ്ങളിൽ നാടോടി പാരമ്പര്യങ്ങളിലും അവരുടെ ആയോധന പാരമ്പര്യത്തിന്റെ കണ്ണികൾ ഉണ്ടായിരുന്നു. ഇന്ന് ആധുനിക കേരളം അതിന്റെ നഷ്ടപ്പെട്ട ചരിത്രം വീണ്ടും കണ്ടെത്തുകയാണ്. ചേര സാമ്രാജ്യത്തിന് ചേകവർ കുലം നൽകിയ സംഭാവനയുടെ വർദ്ധിച്ചുവരുന്ന അംഗീകാരത്തോടെ. നാം കളഞ്ഞുപോയ ചേകവർ കുലത്തിന്റെ ധീരതയുടെയും അവർ വഞ്ചിക്കപ്പെട്ടതിന്റെയും അതിജീവനത്തിന്റെയും പറയപ്പെടാത്ത കഥ അനാവരണം ചെയ്യും. ഒരു കാലത്ത് അധികാരത്തിന്റെ വഴിത്തിരിവിൽ നിന്നിരുന്ന ഒരു സമൂഹത്തിന്റെ നിലനിൽക്കുന്ന പൈതൃകത്തെ വെളിച്ചത്തുകൊണ്ടുവരും.